يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الرحيم الرحمن جعل الأب أوسط أبواب الجنان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിലൂടെ നമ്മുടെ പൊന്നു ഉമ്മമാരോടുള്ള നമ്മുടെ കടമകളെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യവുമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അതോടൊപ്പം തന്നെ നമുക്ക് കടമകളുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരോടുള്ള സ്നേഹം, പിതാക്കളോട് നമ്മൾ കാണിക്കേണ്ടുന്ന വാത്സല്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. ഏറെ വാത്സല്യവും കാരുണ്യവുമൊക്കെ തൻ്റെ മക്കളോട് വെച്ച് പുലർത്തുന്ന ഉപ്പമാരെ സംബന്ധിച്ച് വറ്റാത്ത നീരുറവകളായി തൻ്റെ മക്കൾക്കായി എന്തും നൽകാൻ മടിയില്ലാതെ അധ്വാനിക്കുന്നൊരു വിഭാഗമായ പിതാക്കളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പ്രത്യേകം, മനുഷ്യർ വളരെയേറെ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിടത്ത് അതിന് സത്യം പറയാൻ വേണ്ടി സത്യമിട്ടുകൊണ്ട് പറയാൻ ഉപയോഗപ്പെടുത്തിയ ഒരു വാചകം വവാലിദിൻ വമാ വലദ് എന്നായിരുന്നു. സൂറത്തുൽ ബലദിൽ നമുക്ക് കാണാം, വവാലിദിൻ, പിതാവിനെ തന്നെയാണ് സത്യം, വമാ വലദ, പിതാവ് ജനിപ്പിച്ച ആ മക്കൾ, അവിടെ മാതാപിതാക്കളും ആ ബന്ധം അതിൻ്റേതായ കൃത്യമായ വ്യക്തമായ നിലക്കുള്ള കടമകളെ സംബന്ധിച്ച് അതിൽ വ്യക്തമായ സൂചനകളാണ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു മകൻ തൻ്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, തൻ്റെ മക്കളെ കാണാതെയാകുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന വേദന പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ മഹാനായ പിതാവിൻ്റെ വേദന പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സഹോദരങ്ങൾ തൻ്റെ ചെറിയ ഇളയ പ്രായക്കാരനായ ആ കുട്ടിയെ കൊണ്ടുപോകുന്ന രംഗം, പലതും നുണകൾ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്, എന്തിനാണെന്ന് പോലും അറിയില്ല. ആ ഘട്ടത്തിലും ഒരു പിതാവിൻ്റെ മനസ്സിലുണ്ടായ വേദന മക്കളോട് പങ്കുവെച്ചു. എൻ്റെ പൊന്നുമക്കളെ, ഇന്നീ ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുപോയാൽ അതെൻ്റെ മനസ്സിനുണ്ടാക്കുന്ന നൊമ്പരം ചില്ലറയല്ല. എൻ്റെ മനസ്സിനെ അത് വല്ലാതെ സങ്കടപ്പെടുത്തും മക്കളെ. പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊന്നും നമുക്ക് അറിയാത്തതല്ല. ആ മകൻ നഷ്ടപ്പെട്ട വിവരമാണ് പിന്നീട് കിട്ടുന്നത്. അതിനെ ഓർത്ത് പിന്നീട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ആ പിതാവിൻ്റെ വാത്സല്യം മണപൊട്ടി ഒഴുകി സങ്കടക്കണ്ണീരിൽ മുങ്ങിയുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ ഭംഗിയായി ഇനി പറയാനാവില്ല. ഖുർആൻ പറഞ്ഞു തന്നു, വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി വഹുവ കളീം എന്ന്. കരഞ്ഞ് ആ കണ്ണിൻ്റെതായ കറുത്ത കൃഷ്ണമണികളിൽ പോലും വെള്ള ബാധിക്കുന്ന നിലക്ക് അവിടുത്തെ ഇരു കണ്ണുകളും കരഞ്ഞ് അത് വെളുത്തുപോയി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോഴും അതൊന്നും മറ്റാരോടും പറയാതെ, ആരുടെയും മുമ്പിൽ ആ വേദന പങ്കുവെക്കാതെ, റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ആ വേദന ഒതുക്കി അടക്കി പിടിച്ചുകൊണ്ട്
ആ പിതാവ് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി എന്നാണ് അള്ളാഹു പറയുന്നത്. ഫഹുവ കലീം, ആ സങ്കടം ആരും അറിയാതെ ഉള്ളിൽ ഒതുക്കി പിടിച്ചു. അപ്പോഴും സ്വകാര്യമായി പലപ്പോഴും അവിടുന്ന് കരയുകയായിരുന്നു എന്നാണ് ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, അതാണ് ഒരു ഉപ്പ എന്ന് പറയുന്നത്. തിരിച്ചൊന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാതെയാണ് അവർ നമ്മളെ വളർത്തിയുണ്ടാക്കിയത്. രാപ്പകലില്ലാതെ കഠിനമായ അധ്വാനമാണ്. വീടിൻ്റെ അത്താണിയാണവർ, നമ്മുടേതായ തണൽ വൃക്ഷമാണവർ. എല്ലാ അർത്ഥത്തിലും ഏതു പ്രയാസങ്ങൾ സഹിച്ചവർ നാടിൽ നിന്ന്, അതേപോലെ തന്നെ അവരുടെ വീട് വിട്ടവർ പുറത്തുപോയി അധ്വാനിച്ച് തളർന്ന് അവരുടെ വീടിൻ്റെ വാതിലിൻ്റെ വശത്തേക്ക് വൈകുന്നേരം എത്തുമ്പോൾ അവരുടേതായ ടെൻഷനുകളൊക്കെ തൻ്റെ ഭാര്യയോ മക്കളോ അറിയരുതെന്ന നിലയ്ക്ക് വീടിൻ്റെ വാതിൽക്കൽ അവർ മാറ്റിവെക്കുകയാണ്. പുഞ്ചിരിക്കുന്ന മുഖവുമായി കൊണ്ടാണ് തൻ്റെ മക്കളെ അവർ സമീപിക്കുന്നത്. എന്തിനു വേണ്ടി? തൻ്റെ സങ്കടം താൻ അറിഞ്ഞാൽ മതി, എൻ്റെ മക്കളെ അത് അറിയിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഏത് പ്രയാസത്തിലും അവർ പുഞ്ചിരി പൊഴിക്കുകയാണ്. തൻ്റെ മക്കൾ എപ്പോഴും സന്തോഷത്തിലാവണം എന്നവരെപ്പോഴും ചിന്തിക്കുന്നവരാണ്. തന്നേക്കാൾ അവർ ഉയരണം, തന്നേക്കാൾ അവർ വളരണം, തനിക്ക് കിട്ടിയതിനേക്കാൾ പഠിപ്പും യോഗ്യതയും വിദ്യാഭ്യാസവും ഒക്കെ അവർക്ക് നേടാൻ കഴിയണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഉപ്പമാരെന്ന് മക്കളെ നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ ആയുഷ്കാലം മുഴുവൻ അവർ മക്കളുടെ കാര്യനിവൃത്തിക്കായി നെട്ടോട്ടം ഓടുകയാണ്. പുറമേക്ക് ചിരിക്കുമ്പോഴും മക്കളുടെ കാര്യത്തിൽ അവരനുഭവിക്കുന്ന പല വേദനകളുണ്ട്. ആ വേദനകൾ അല്ലാഹുവിന് മാത്രമേ അറിയാവൂ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിൽ അടക്കി പിടിച്ച വേദനകൾ അറിയുന്നവർ മക്കളെ നമ്മളല്ല, അല്ലാഹുവാണ് അറിയുന്നത്. നമ്മുടെ മുമ്പിൽ അവർ പലപ്പോഴും അഭിനയിക്കുന്നുണ്ട്, സുഖമാണെന്ന്, പ്രയാസമില്ലെന്ന്, ബുദ്ധിമുട്ടിലല്ലെന്ന്. പക്ഷേ അപ്പോഴും അവരുടെ മനസ്സുകൾ നൊമ്പരപ്പെടുന്നുണ്ട്. അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. പല രാത്രികളിലും നമ്മൾ സുഖമായി മൂടിപ്പുതച്ചുറങ്ങുമ്പോൾ നമ്മുടെ ഉപ്പമാര് ഉറങ്ങാറില്ല. അവർ നമ്മെക്കുറിച്ചുള്ള ടെൻഷനിലാണ്. എൻ്റെ മകൻ എന്താകും, എൻ്റെ മകൾ എന്താകും, നമ്മെക്കുറിച്ചുള്ള ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും അവർക്ക് ഉറക്കമാണ് നഷ്ടപ്പെടുന്നത്. മക്കളറിയാതെ, നമ്മളറിയാതെ അവർ നമ്മെക്കുറിച്ച് പല സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പ നഷ്ടപ്പെട്ട അനാഥ മക്കളോട് ചോദിച്ചാൽ അറിയാം ഒരു ബാപ്പ നഷ്ടപ്പെട്ടാലുള്ള വിടവ് എത്രയാണ് അവരൊക്കെ അനുഭവിക്കുന്നത് എന്ന്. ഇത്രയൊക്കെയായിട്ടും പ്രിയപ്പെട്ട മക്കളെ, ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ ഉപ്പമാരോടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്? അവരോട് ശബ്ദമുയർത്തി കയർത്ത് സംസാരിക്കുന്ന മക്കളുണ്ട്, അവരുടെ നേരെ മുഖം ചുളിച്ച് സംസാരിക്കുന്ന മക്കളുണ്ട്. അവർ വരുമ്പോൾ എനിക്ക് കാണണ്ട ആ മുഖം എന്ന നിലക്ക്, കണ്ടാ എന്തെങ്കിലും ഉപദേശിക്കും, കണ്ടാൽ ഇനി ചീത്ത പറയും, കണ്ടാ ഇനി എനിക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള കുറ്റം കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ട് വഴിമാറിപ്പോകുന്ന മക്കളുണ്ട്. വാക്കുകളെയും അഭിപ്രായങ്ങളെയും വിലവെക്കാതെ പരിഹാസത്തോടുകൂടി ചിരിച്ച് തള്ളുന്ന, പുച്ഛിക്കുന്ന മക്കളുണ്ട്. തൻ്റെ റബ്ബിനോടുള്ള കടമയോട് ചേർത്തുകൊണ്ടല്ലേ മാതാപിതാക്കളോടുള്ള കടമ അല്ലാഹു പറഞ്ഞതെന്ന്. എന്തുകൊണ്ടാ മക്കളെ നമ്മൾ മറന്നു പോകുന്നത്? വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് റബ്ബ് വിധിച്ചിരിക്കുന്നു, അവൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ചേർത്തുകൊണ്ടല്ലേ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞത്. മാത്രമല്ല ഹദീസിൽ കാണാം റിളർ റബ്ബി ഫീ റിളൽ വാലിദി വസഖത്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദി. മാതാപിതാക്കളെ എത്രത്തോളം നമ്മൾ, ആ ഉപ്പയെ എത്രത്തോളം നമ്മൾ ഉപ്പയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ ഉമ്മയുടെ കാര്യം മറന്നു പോകരുത്. 3 വട്ടം കടമകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പയെക്കുറിച്ച് പറയുന്നതെന്തും 3 ഇരട്ടി ഉമ്മമാരോടുമുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതെന്താ? അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും നേടണോ? മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം. അവരുടെ വെറുപ്പിനോ ശാപത്തിനോ മക്കളെ നമ്മൾ ഇരയായാൽ, ഉപ്പയുടെ ശാപത്തിന് ഇരയായാൽ, ഉമ്മയുടെ വെറുപ്പിന് ഇരയായാൽ, ഉപ്പയുടെ വെറുപ്പിന് ഇരയായാൽ അള്ളാഹുവിൻ്റെ കോപമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അള്ളാഹുവിൽ പങ്കുചേർക്കാനോ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാനോ അവർ കൽപ്പിക്കാത്തിടത്തോളം കാലം ദുന്യാവിലെ എല്ലാ കാര്യങ്ങളിലും അവരെ അനുസരിക്കലും സന്തോഷിപ്പിക്കലും മക്കളെ നമുക്ക് നിർബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോലഹൃദയമാണ് നമ്മുടെ ഉപ്പമാരുടേത്. പുറമേക്കവർ നമ്മുടെ മുമ്പിൽ ദേഷ്യപ്പെടുന്നുണ്ടാവാം, നമ്മെ ശകാരിക്കുന്നുണ്ടാകാം, കടുത്ത ഭാഷകൾ പ്രയോഗിക്കുന്നുണ്ടാകാം.
അപ്പോഴും അവരുടെ മനസ്സുകൾ കരയുകയായിരിക്കും. എൻ്റെ മോൻ, എൻ്റെ മോൾ എന്നുള്ളതാണ് ചിന്ത. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് തൻ്റെ മകനതനുസരിക്കാതെ കാഫിറായി മുങ്ങിച്ചാകാൻ പോകുന്ന രംഗത്തും സ്നേഹത്തോടെ മാത്രമാണ് ഉപ്പ വിളിക്കുന്നത്. യാ ബുനയ്യ ഇർകം മഅനാ, കുഞ്ഞുമോനെ പിഴച്ചു പോകല്ലേ, അശ്ലീലതകളിലേക്ക് പോകല്ലേ, ശിർക്കിലേക്ക് പോകല്ലേ, അധർമ്മത്തിലേക്ക് പോകല്ലേ മോനെ. ബാപ്പ പറയുന്ന സത്യത്തിന്റെ വഴിയിലേക്ക്, ഇതാ രക്ഷയുടെ ഈ കപ്പലിലേക്ക് കയറിക്കോ മോനെ എന്ന് അവസാന സമയത്തും വിളിക്കുമ്പോ ഒരു ഉപ്പയുടെ മനസ്സ്, മക്കളെ നമ്മൾ കാണാതെ പോകരുത്. അവര് എന്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും, ഒരു വേള ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പോഴും പറയുന്നത് എൻ്റെ അകത്തളത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വാ മോനെ എന്നാണ്. ആ ഇറങ്ങിപ്പോന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിലുള്ളതുള്ളതെന്ന് മക്കളെ നമ്മൾ ഓർക്കണം. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വില കൽപ്പിക്കാത്ത മക്കളെ ഓർത്ത് കരയുന്ന എത്രയെത്ര ഉപ്പമാരുണ്ട്. ആരും കാണാതെ പാതിരാവുകളിൽ ആൾക്കൂട്ടത്തിലാണെങ്കിൽ വാതിലടച്ച് ടോയ്ലറ്റുകളുടെ ഉള്ളിൽ പോയിട്ടോ, ആരാരുമില്ലാത്ത ഒറ്റക്കുള്ള ഏകാഗ്രമായ സ്ഥലങ്ങളിൽ പോയിട്ടോ അവർ കണ്ണുനീര് തുടക്കുന്നത്, അവർ കരഞ്ഞ് കണ്ണുനീരൊഴുക്കുന്നത് കാണാതെ പോകരുത് മക്കളെ. ഇതിനൊക്കെ കാരണമായിട്ടാണ്, ആ രൂപത്തിലൊക്കെയാണ് നമ്മൾ അവരോട് പെരുമാറിയിട്ട് മരിച്ചു പോകുന്നതെങ്കിൽ അല്ലാഹുവിൻ്റെ താക്കീർ നമ്മുടെ മനസ്സിൽ വേണം. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. നാളെ മഹ്ശറിലെത്തുമ്പോൾ നമ്മൾ അവരോട് ചെയ്തിട്ടുള്ള ഓരോ നന്മകളും അത് കാണും, ചെയ്തിട്ടുള്ള തിന്മകൾ ഏത് ജീവിതത്തിൽ നമ്മൾ എവിടെയെല്ലാം എന്തെല്ലാം പ്രവർത്തിച്ചോ അതൊക്കെ അവിടെ വ്യക്തമായി കാണുമ്പോൾ, ഞാനിത് ചെയ്യാതിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ പെരുമാറാതിരുന്നെങ്കിൽ, ഞാൻ ഈ പ്രവൃത്തി ഏർപ്പെടാതിരുന്നെങ്കിൽ, ഈ പാപങ്ങളും ഞാനും തമ്മിൽ ഒരുപാട് അകലമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന ലോകമാണ് മഹ്ശറ. പക്ഷേ ഒരു തിരിച്ചുവരവിന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കവിടെ ചാൻസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഓരോ നോട്ടത്തിന് കണക്ക് പറയേണ്ടി വരും. രൂക്ഷമായി നോക്കിയ ഒരു നോട്ടമുണ്ടെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ അണപ്പയി തീർത്ത് കണക്ക് പറയേണ്ടി വരും. ഉപ്പയോട് കയർത്തൊരര വാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് നമ്മൾ കനത്ത മറുപടി വില കൊടുക്കേണ്ടി വരും പരലോകത്ത്. ഉപ്പയൊഴുക്കിയ കണ്ണുനീരിൻ്റെ വിലകൾ, ആ ഓരോ കണ്ണുനീർ തുള്ളികളുടെ ഓരോ അംശങ്ങൾക്കും എണ്ണി എണ്ണി റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് മക്കളെ, ഉപ്പമാരെ സന്തോഷിപ്പിച്ചോളൂ, അവരെ വെറുപ്പിക്കരുതേ. നമ്മൾ മക്കൾ തമ്മിൽ അകൽച്ചയുണ്ടാകുന്നത് പോലും ഒരു ഉപ്പയുടെ മനസ്സിന് നൊമ്പരമുണ്ടാകും. ജ്യേഷ്ഠാനുജന്മാരുടെ അകൽച്ച ബാപ്പയുടെ മനസ്സിനെയാണ് വല്ലാതെ വേദനിപ്പിക്കുക. അതും മക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരോട് എപ്പോഴും നമ്മൾ ശൂറ നടത്തണം. നമ്മുടെ എത്ര വിദ്യാഭ്യാസമുണ്ടായില്ലെങ്കിലും, നമ്മുടെ എത്ര ലോകവിവരമുണ്ടായില്ലെങ്കിലും എൻ്റെ ഉപ്പയാണത്. ആ ഉപ്പയോട് കൂടിയാലോചന നടത്താതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കരുത്. അവരറിയാതെ നമ്മുടെ പ്രശ്നങ്ങൾ അവർ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അറിയുമ്പോഴുണ്ടാകുന്ന വേദന, നാം അറിയാതെ അവർ ചില തീരുമാനങ്ങൾ എടുത്താലുണ്ടാകുന്ന നൊമ്പരം, അതനുഭവിക്കേണ്ടി വന്നാൽ കനത്ത പരാജയമായിരിക്കും മക്കളെ നമുക്കുണ്ടാവുക എന്ന് ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ യാത്ര പോകുമ്പോഴും അതേപോലെ തന്നെ തിരിച്ചെത്തുമ്പോഴുമൊക്കെ മടികൂടാതെ ആ നെറുകയിൽ, ആ തലയിൽ ഒരു ചുംബനം കൊടുത്തോളൂ, ആ കൈകൾ ഒന്ന് മുത്തിക്കോളൂ. അതൊക്കെ വലിയ പുണ്യകരമായ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വലിയ ബഹുമാനമാണ് അവർക്ക് കൊടുക്കേണ്ടത്, വലിയ ആദരവും റെസ്പെക്റ്റുമാണ് നമ്മൾ കാണിക്കേണ്ടത്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉപ്പയായ റസൂലുള്ളാഹിയോട് കാണിച്ച മാതൃക നമ്മൾ പഠിക്കണം. ഇദാ ദഖല അലൈഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവിയുടെ സമീപത്തേക്ക്, അവർ താമസിക്കുന്ന റൂമിലേക്ക് ഉപ്പയായ നബി തങ്ങൾ കടന്നു വരുമ്പോൾ ഖാമത്ത് ഇലൈഹി, ഓടിച്ചെന്ന് ഉപ്പയുടെ സമീപത്തേക്ക്, ഉപ്പായുടെ അടുത്തേക്ക് പോയി എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നബി തങ്ങളെ സമീപത്തേക്ക് ഓടിച്ചെല്ലും. ഫഅഖദത് ബിയദിഹി, ആ കൈകൾ കയ്യിലെടുക്കും. ഫഖബ്ബലതുഹു, ആ കൈകളെ ചുംബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുത്തിമണക്കും. വജലസതുഹു ഫീ മജ്ലിസിഹാ, തൻ്റെതായ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ടേ താൻ ഇരിക്കാറുള്ളൂ എന്ന്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ ഉപ്പയോട് ഇങ്ങനെയാണോ വർത്തിക്കാറുള്ളത്? ഇങ്ങനെ വർത്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ
നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അല്പം സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? അവരോടൊന്ന് കൂടിയിരുന്ന് അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരല്പസമയം അവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നിർലോഭം പിശുക്കില്ലാതെ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം, നാം നേടുന്ന സമ്പത്തിൽ മുഴുവനും അവരുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്, അവർ കൊണ്ട വെയിലിന്റെ ചൂടുണ്ട്, അവർ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഉപ്പുരസമുണ്ട്. നാം അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥകൾ അവർക്ക് പറയാനുണ്ട്. എന്നിട്ടും നമ്മൾ ജോലി നേടി, നമ്മൾ പഠിച്ചു വലിയ ആളുകളായി ശമ്പളം വാങ്ങുമ്പോൾ ഉപ്പയ്ക്ക് കൊടുക്കുന്നതിന് കണക്ക് പറയുന്നുവോ? ഉമ്മയ്ക്ക് കൊടുക്കുന്നതിന് കണക്ക് പറയുന്നുവോ? അവരാരെങ്കിലും നമ്മെ ചെറുപ്പത്തിൽ വളർത്തി ഉണ്ടാക്കിയപ്പോ നമുക്ക് വേണ്ടി നിർലോഭം ചെലവഴിച്ചപ്പോ വല്ല കണക്കും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കുഞ്ഞുനാള് തൊട്ട്, ജനിച്ച് വീണ നാള് തൊട്ട് നെയ്തെടുക്കാൻ തുടങ്ങിയ സ്വപ്നങ്ങളാണ്. അവരൊരു കണക്കും എഴുതി വെച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ചെലവഴിച്ച ലക്ഷോപലക്ഷം രൂപയുടെ കണക്കുകൾ അവർ എഴുതി വെച്ചിട്ടില്ല. എന്നിട്ടും മക്കളെ, നമ്മൾ അവർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? പലപ്പോഴും പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണക്ക് പറയുകയാണോ? ചിന്തിക്ക്. മുത്ത മുസ്തഫായുടെ ഒരു വാക്ക് ഗൗരവത്തോടെ ആലോചിക്ക്. അൻതവമാലു കലി അബീക, നീയും നിന്റെ സ്വത്തുമൊക്കെ നിന്റെ ബാപ്പക്കുള്ളതാണ്, നീയും നിന്റെ സ്വത്തുമൊക്കെ നിന്റെ ബാപ്പക്കുള്ളതാണെന്നാണ് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. തീർന്നില്ല സഹോദരങ്ങളെ. ഏത് രൂപത്തിലുള്ള എന്തെല്ലാം രൂപത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് അവർക്ക് തണലാകുവാൻ നമുക്ക് സാധിക്കുന്നുവോ എങ്കിൽ സ്വർഗം നേടാം. മുത്ത മുസ്തഫായുടെ ഒരു വാചകം ശ്രദ്ധിക്കൂ. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. ഉപ്പ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ മധ്യമായ കവാടമാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നടുവാതിലാണ് ഉപ്പ എന്ന് മനസ്സിലാക്കണം. വൈൻ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ വാതിൽ നീ അടച്ചോ, അല്ലെങ്കിൽ നീ അത് തുറന്നോ. നല്ല നല്ല പെരുമാറ്റങ്ങൾ ഉപ്പയോട് കാണിച്ചുകൊണ്ട് ആ സ്വർഗവാതിൽ നിനക്ക് വേണമെങ്കിൽ തുറന്നോ. അതല്ല, വെറുപ്പിച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ ആ വാതിൽ അടച്ചിട്ട് നരകം നേടിക്കോ എന്ന ഗൗരവതരമായ താക്കീത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. മക്കളെ, തീർന്നിട്ടില്ല, കടമകൾ ഇനിയുമുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലതാ രണ്ടാളുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. രണ്ടാളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പ്രായ കൂടുതലുള്ളയാളും കുറച്ച് പ്രായം കുറഞ്ഞ ആളെയുമാണ് കാണുന്നത്. രണ്ടാളെയും ചോദിച്ചു. അതിൽ പ്രായക്കുറവുള്ളയാളോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇത് നിങ്ങളുടെ ആരാ? കൂടെ നടക്കുന്ന ഇയാൾ ആരാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ ഉപ്പയാണെന്ന്. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് പഠിച്ച അധ്യാപനമല്ലേ അവിടുന്ന് പഠിപ്പിക്കുക സമൂഹത്തോട്. ലാ തുസമ്മിഹി ബിസ്മിഹി, പേര് വിളിക്കരുതേ ഉപ്പയെ. ഉപ്പയെ ഒരിക്കലും പേര് വിളിച്ച് അഭിസംബോധന ചെയ്യരുത്. വലാ തംശി അമാമഹു, മോനെ ഉപ്പാന്റെ മുന്നിൽ നടക്കരുത്, ബാക്കിലെ എപ്പോഴും നടക്കാവൂ, ബഹുമാനം കാണിക്കണം, ഉപ്പയുടെ മുമ്പിൽ നടന്നു പോകരുത്. വലാ തജ്ലിസ് ഖബ്ലഹു, ഒരിടത്തേക്ക് ഉപ്പയും മോനും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉപ്പ ഇരുന്നിട്ടേ മോനെ നീ ഇരിക്കാവൂ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ വ്യക്തികളോട്, ആ മോനോട് ഉപദേശിച്ചു എന്ന് നമുക്ക് ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉപ്പാപ്പക്കും ഉപ്പയുടെ സ്ഥാനമുണ്ടെന്ന്. അവർക്കും വലിയ രൂപത്തിലുള്ള കടമകൾ നമ്മൾ അവരോട് നിലനിർത്തേണ്ടതുണ്ട്. പ്രായാധിക്യം ബാധിക്കും തോറും നമുക്ക് ഉപ്പയോടും ഉപ്പാപ്പയോടും ഒക്കെയുള്ള കടമകൾ, മാതാപിതാക്കളോടുള്ള കടമകൾ വർദ്ധിക്കുകയാണ് മക്കളെ. അതല്ലേ ഖുർആൻ പറയുന്നത്, അവരില്ലാരെങ്കിലും ഒരാളോ രണ്ടാളും തന്നെയുമോ നിന്റെ അടുക്കൽ വാർദ്ധക്യദശയിൽ എത്തിക്കഴിഞ്ഞാൽ നീ അവരോട് ഛേ എന്ന് വാക്ക് പോലും പറയരുതെന്ന്, വിരട്ടരുതെന്ന്, മാന്യമായ സംസാരങ്ങളല്ലാതെ സംസാരിക്കുന്നവരെന്ന്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ബാപ്പ ഹയാത്തിലുള്ള ഭാഗ്യവാന്മാരെ, ബാപ്പ ജീവിച്ചിരിക്കുന്ന മക്കളെ, ആ ശരീരം മണ്ണിൽ മറയുന്നതിൻ്റെ മുമ്പേ വേണ്ടത് ചെയ്തോളൂ. ആ ശരീരം മണ്ണോട് ചേരുന്നതിൻ്റെ മുമ്പേ ബാധ്യതകൾ നിർവഹിച്ചോളൂ, സ്നേഹിച്ചോളൂ. ആ ദുആക്ക് വലിയ വില കൽപ്പിച്ചോളൂ. ആ ദുആക്ക് വലിയ വിലയുണ്ട്.
ഉപ്പയുടെ ദുആ അതിന് വലിയ വിലയുണ്ട് മക്കളെ. ഉമ്മയുടെ ദുആ അതിനൊക്കെ വലിയ വിലയുണ്ട്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ, 3 ദുആകൾ അതിന് പ്രത്യേകം പ്രാർത്ഥനയുണ്ട് മക്കളെ. ലാ ശക്ക ഫീഹിന്ന, ആരും അതിൽ സംശയിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതെടുത്തു പറഞ്ഞത് എന്താണെന്നോ അതിൽപ്പെട്ട ഒന്ന് ദഅവത്തുൽ വാലിദി വലദിഹി, മക്കൾക്ക് വേണ്ടി തൻ്റെ ഉപ്പ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഉമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതിനൊക്കെ എന്താ വില എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? തലമുറകൾ നീണ്ടു നിൽക്കും അതിൻ്റെ ഗുണം, തലമുറകൾ നീണ്ടു നിൽക്കും അതിൻ്റെ ഗുണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ കൂടെ പേരമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിരുന്നു 1000 എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷം മുത്തു മുസ്തഫായുടെ ഉദയം മക്കയിലുണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ പിതാവിൻ്റെ പ്രാർത്ഥന, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, തൻ്റെ മക്കൾക്ക് വേണ്ടി കോരക്കൂട്ടി പിടിച്ചുകൊണ്ടവർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. വിശദീകരിക്കാൻ എനിക്ക് നേരം പോരാ, പഠിക്കണം നമ്മൾ. ആ മക്കൾക്ക് ഒരു ശർറും ബാധിക്കാതിരിക്കാൻ, പൈശാചികവും ഭൗതികവുമായ ഒരു തിന്മകളും മക്കളെ ബാധിക്കാതിരിക്കാൻ കൂട്ടിപ്പിടിച്ച് ആ മക്കളെ മാറോട് ചേർത്തുകൊണ്ട് പ്രാർത്ഥിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുംബിച്ച് കവിളിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മാഈലിനും ഇസ്ഹാഖിനും പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന്. അതാണ് ഒരു ഉപ്പയുടെ മനസ്സ്, അതാണ് ഒരു ഉപ്പാപ്പയുടെ മനസ്സെന്ന് നമ്മൾ കാണാതെ പോകരുത്. തലമുറകളോളം ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലം നിലനിൽക്കുമെന്ന് മനസ്സിലാക്കണം. ഇന്നും ഓതിയില്ലേ സൂറത്തുൽ കഹ്ഫ്? വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്ന ചില കഥകളിൽ നമ്മുടെ മനസ്സുകൾ ഉടക്കി നിൽക്കണം. ഏതോ കാലത്ത് ജീവിച്ച ഒരു ഉപ്പ സാലിഹായ ഒരു ഉപ്പയായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഗുണം തലമുറകൾ കഴിഞ്ഞ പേരമക്കൾക്ക് പോലും അനുഭവിക്കുന്നു എന്നുള്ളത്, ബാപ്പയുടേതായ ആ നല്ല സൽക്കർമ്മങ്ങളുടെ ഫലം മക്കൾക്ക് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ദുനിയാവിൽ പോലും അതിൻ്റെ വില എത്രയാണെന്ന് പഠിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ അൽ കഹ്ഫിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അർത്ഥത്തിലും ആരെങ്കിലും വീഴ്ച വരുത്തിയോ പൊരുത്തപ്പെടിച്ചോളൂ. ജീവിതകാലത്താണ്, ജീവിച്ചിരിക്കുന്നുവെങ്കിൽ പോയി പൊരുത്തപ്പെടിച്ചോളൂ, മാപ്പ് പറഞ്ഞോളൂ. എല്ലാ പാപക്കറകളും കഴുകിക്കളയുന്ന വിധത്തിൽ അവരുടെ സ്നേഹം നേടിക്കോളൂ. പ്രിയപ്പെട്ടവരെ, മുശ്രിക്കായ ബാപ്പയായിരുന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയെ അഭിസംബോധന ചെയ്തത് വെറുപ്പിന്റെ സ്വരത്തിലായിരുന്നില്ല. യാ ബത്തി, എൻ്റെ പൊന്നു പിതാവേ എന്നായിരുന്നു. കൊടുത്തത് തിരിച്ചു കിട്ടുകയാണ് ആ പ്രിയപ്പെട്ട മോന്. ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയോട് നല്ല പെരുമാറ്റം കാഴ്ചവെച്ചപ്പോ അള്ളാഹു തന്നെ പൊന്നുപ്പാന്ന് വിളിക്കുന്ന മക്കളെ അമ്പിയാക്കൾ എന്ന നിലക്കാണ് പകരം കൊടുത്തത്. ആ മക്കളുടെ വിളി എന്തായിരുന്നു? ഇബ്രാഹിം നബിയെ, യാ ബത്തി, എൻ്റെ പൊന്നുപ്പ, ഇഫ്അൽ മാ തുഅ്മർ, അല്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചതെന്തോ ചെയ്തോളൂ എന്നായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം ബാപ്പയെ വിളിച്ചത്. കൊടുത്താൽ കൊടുത്തത് തിരിച്ചു കിട്ടും എന്നുള്ള പാഠം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമാണ് ഉപ്പമാരോടുള്ള കടമ, ഉമ്മമാരോടുള്ള കടമ. എല്ലാ അർത്ഥത്തിലും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകണം. വീഴ്ചകളുണ്ടെങ്കിൽ തൗബ ചെയ്യണം. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവരോട് കരുണ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന, കടമകൾ നിർവഹിക്കുന്ന നല്ല മക്കളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. ജീവിച്ചിരിക്കുന്ന ബാപ്പമാരോട് പൊരുത്തപ്പെടിക്കാൻ നമുക്ക് സാധിക്കും. മരണപ്പെട്ടുപോയ ബാപ്പന്മാരില്ലേ? എത്ര പേരുണ്ട് ഇവിടെ? നമ്മുടെ ഉപ്പമാരിന്ന് ഖബറുകളിലാണെങ്കിൽ നമുക്കവരോട് കടമകളില്ലേ?
ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണോ പ്രിയമുള്ളവരെ ഉപ്പമാരോട് കടമയുള്ളത്, ഉമ്മമാരോട് കടമയുള്ളത്? ഒരിക്കലുമല്ല. മുസ്തഫ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആ നന്മകൾ തുടരണം. ഇനിയും അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവർ മരണപ്പെട്ടു പോയോ, അവർക്ക് വേണ്ടി അവരുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ടോ അല്ലാതെയോ ഒക്കെ സാധ്യമാകുമ്പോൾ ഒന്ന് ഖബറിന്റെ സമീപത്ത് പോയിട്ടും പ്രാർത്ഥിക്കാം. അത് നമുക്ക് മരണചിന്തയും പരലോക ചിന്തയും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ നിസ്കാരങ്ങളിലും പുറത്തുമൊക്കെ ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് തുടരണം. നന്മകൾ അവർ നമുക്ക് ചെയ്ത നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓർക്കണം, നന്ദിയോടുകൂടി ഓർക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ അവർ മരിച്ചപ്പോൾ അവർക്ക് നിലവിലുണ്ടായിരുന്ന കടങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെങ്കിൽ ആ കടങ്ങൾ വീട്ടാൻ തയ്യാറാകണം. ജീവിതകാലത്ത് റബ്ബിന് വെറുപ്പല്ലാത്ത ഏതെങ്കിലും സംഗതികൾ അവർ നമ്മളോട് വസിയത്തായി പറഞ്ഞു പോയിട്ടുണ്ടോ എങ്കിൽ ആ വസിയത്തുകൾ നിറവേറ്റണേ മക്കളെ. ബന്ധുക്കളെ മറക്കാതെ ബന്ധം ചേർക്കണം. അവർ മരിച്ചു പോയാലും അവരുടെ ബന്ധുക്കളുണ്ടാകും, ഇഷ്ടാനുജന്മാരുണ്ടാകും, അവരുടെ ബന്ധുക്കളുണ്ടാകും. അവരിലൂടെ മാത്രം നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങളുണ്ടാകും. ഇന്നത്തെ മക്കൾ അതൊക്കെ മറന്നു പോകുന്ന കാലമാണ്. ആ ബന്ധങ്ങളൊക്കെ വിളക്കി ചേർക്കണം. ഇതിൻ്റെ ബാപ്പൻ്റെ ബന്ധുക്കളായിരുന്നു എന്നുള്ള നിലക്ക് ബന്ധം വേണ്ട, രക്തബന്ധം വേണ്ട, സുഹൃൽ ബന്ധം പോലും നിലനിർത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇതെൻ്റെ ബാപ്പൻ്റെ ചങ്ങാതിയായിരുന്നു, ഇതെൻ്റെ ബാപ്പൻ്റെ സുഹൃത്തായിരുന്നു എന്നാരെങ്കിലും നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുണ്ടോ? അവരോട് നിങ്ങൾ കാണിക്കുന്ന ആദരവുകളും റെസ്പെക്റ്റുകളും ബഹുമാനങ്ങളും പോലും നിങ്ങളുടെ മരിച്ചുപോയ ഉപ്പയോട് കാണിക്കുന്ന സ്നേഹമാണ്, കടമയാണ്, പുണ്യകർമ്മമാണ്. പ്രിയപ്പെട്ടവരെ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന അബറൽ ബിർരി അൻ യസിലർ റജുലു അഹ്ല വുദ്ദി അബീഹ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന പുണ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യമാണ് തൻ്റെ പിതാവിൻ്റെ സുഹൃൽ ബന്ധത്തോട് കാണിക്കുന്ന ബന്ധങ്ങളും ആദരവുകളും ബഹുമാനങ്ങളും റെസ്പെക്റ്റുകളുമെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ രക്ഷിതാക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട് കടമ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണേ. ഏറ്റവും തൗബ ചെയ്യേണ്ടുന്ന മേഖലയാണിത്. ഏറ്റവും റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടേണ്ടത് അവർക്ക് വേണ്ടിയാണ്. അവർ സന്തോഷിക്കണം. നാളെ പരലോകത്ത് നമ്മളെ കാണുമ്പോൾ എങ്ങനെ കിട്ടി സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടും ഞാൻ അർഹിക്കാത്ത പലതും സ്വർഗത്തിലെ ഉന്നതമായ മണിമാളികളിലേക്ക് എനിക്കെങ്ങനെ പ്രവേശനം കിട്ടി എന്ന് നമ്മുടെ ഉപ്പമാര് അത്ഭുതത്തോടെ റബ്ബിനോട് ചോദിക്കുമ്പോ റബ്ബ് പറയുമെന്നാണ്, ബിസ്തിഗ്ഫാരി വലദിക ലക, എൻ്റെ മോൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നിനക്ക് ഈ സ്വർഗത്തിലെ ഉന്നത പദവി എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അതാണ് ഉപ്പ, അതാണ് ഉമ്മ. പക്ഷേ അവരൊന്നും റബ്ബിനേക്കാൾ വലുതല്ല, അത് മറക്കരുത്. റബ്ബിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അനുസരിക്കാനും പാടില്ല. ഇതതിൻ്റെ അടിസ്ഥാനപരമായ നിയമമാണെന്ന് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ തണൽ വൃക്ഷങ്ങളാകുന്ന സ്നേഹനിധികളാകുന്ന നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ, അവർ നമ്മുടെ ജീവനേക്കാൾ നമുക്ക് കടപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരെ നൊമ്പരപ്പെടുത്താതിരിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പോരായ്മകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റു സജ്ജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നരകത്തിയിൽ നിന്ന് നമ്മയും അവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.